ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ പഠിക്കുവാനും ധ്യാനിക്കുവാനും അനുദിന ജീവിതത്തിന് ഉതകുന്ന ദിവ്യമന്ത്രമായി തീരുവാനും ഇതിലൂടെ ഇടയാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. 27-ാം സങ്കീർത്തനം 6, 7, 8 വാക്യങ്ങൾ. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങൾ അർപ്പിക്കും. യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. യഹോവേ, ഞാൻ ഉറക്കം വിളിക്കുമ്പോൾ കേൾക്കണമേ. എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമരുളയണമേ. എൻ്റെ മുഖം അന്വേഷിക്കുവേനെന്ന് നിങ്കിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഈ സങ്കീർത്തനത്തിൻ്റെ തന്നെ അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും എന്ന വാക്യമാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ പറഞ്ഞു, അനർത്ഥ ദിവസത്തിൽ ആശ്രയം കണ്ടെത്താൻ സാധിക്കാത്ത കൂടാരങ്ങളുടെ പിന്നാലെ പോകുന്നതിന് പകരം നിത്യ ആശ്രയം കണ്ടെത്തുന്ന കൂടാരമായി നമ്മുടെ കർത്താവിനെ കാണുകയും അവനിൽ അഭയപ്പെടുകയും ആ കൂടാരത്തിൻ്റെ സന്തോഷം മഹത്വത്തിൻ്റെയും രക്ഷയുടെയും അനുഭവമാക്കി മാറ്റുകയും ചെയ്യണം. വീണ്ടും നമ്മൾ വായിച്ചു, അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ വീണ്ടും വായിക്കുന്നത്, ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങൾ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. യഹോവയുടെ മഹനീയമായ കൂടാരത്തിൽ അനർത്ഥ ദിവസത്തിൽ ആശ്രയം കണ്ടെത്തിയ ഒരു ഭക്തൻ ശത്രുക്കളുടെ മുൻപാകെ തലകുനിക്കാതെ ഉയർത്തിയ തലയോടെ മുൻപോട്ട് പോകുന്നു. ശത്രുക്കളുടെ മുൻപാകെ തല ഉയർത്തുക എന്ന് വെച്ചാൽ സ്വാർത്ഥതയോടും കാപട്യത്തോടും നിന്നെ ഞാൻ കാണിച്ചു തരാം, നീ കണ്ടോ എന്നുള്ള രീതിയിൽ ഉയർത്തുന്ന ഒരു തലയെപ്പറ്റിയോ സാഹചര്യത്തെയോ പറ്റിയോ അല്ല പറയുന്നത്. മറിച്ച് ഒരുപക്ഷെ തല കുനിപ്പിക്കാൻ വരുന്നവൻ്റെ തല പോലും താഴ്ത്താത്ത രീതിയിൽ അവൻ്റെ തലയും ഉയർന്നു നിൽക്കത്തക്ക രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനമുണ്ട്. ഒരുവൻ എന്നെ നശിപ്പിക്കുവാൻ ഓടി വരുമ്പോഴും അവനെ നശിപ്പിക്കുവാൻ ഞാൻ ബന്ധപ്പെടാതെ എൻ്റെ രക്ഷയെ ദൈവത്തിൽ ഞാൻ കണ്ടുകൊണ്ട് അവൻ്റെ രക്ഷയെയും കാംക്ഷിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് ഭാഗ്യമേറിയ ഒരവസ്ഥയാണ്. ആത്മീയതയിൽ വളരുമ്പോഴേ അത് സാധിക്കത്തുള്ളൂ. കാരണം എൻ്റെ തല താഴുക എന്ന് പറയുന്നത് എനിക്ക് പ്രയാസമുള്ള കാര്യമാണ്. നമുക്കറിയാം, ഒരു പരാജയം നേരിടുന്നു, നമ്മൾ തലകുനിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മുൻപിൽ എൻ്റെ തല ഉയരും. ഇന്ന് പ്രിയമുള്ളവരെ, പല രീതിയിൽ ഇന്ന് നമ്മളുടെ തല കുനിഞ്ഞിരിപ്പുണ്ട്. മറ്റുള്ളവരോട് ഇടപെടാൻ പറ്റാതെ വരുന്നുണ്ട്. നമ്മളുടെ ജോലി സ്ഥലത്തിലും കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ നമ്മൾ മാറി ജീവിക്കുന്നുണ്ട്. ആരെ ഫേസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. പക്ഷേ പ്രത്യാശയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ഒരു ദൈവമനുഷ്യനെ സംബന്ധിച്ച്, ആരൊക്കെ തല കുനിപ്പിക്കാൻ ശ്രമിച്ചാലും ദൈവം അവൻ്റെ തല ഉയർത്തും. ഒരുവൻ്റെ തല കുനിയാതെ ഉയർന്നു നിൽക്കണമെങ്കിൽ ദൈവത്തെ തലയായി കണ്ടുകൊണ്ട് ആ തലയോട് വിധേയപ്പെട്ട് നിൽക്കണം. ദൈവശിരസിനോട്, ദൈവമുഖത്തോട് വിധേയപ്പെട്ട് നിൽക്കണം. ആ വിധേയപ്പെടുന്നവന് മാത്രമേ തല കുനിയാതിരിക്കത്തുള്ളൂ. ദൈവം നമ്മുടെ തലയാകുമ്പോൾ, ദൈവം നമ്മുടെ ശിരസ്സാകുമ്പോൾ, ദൈവം നമ്മുടെ നായകനാകുമ്പോൾ നമ്മുടെ ശിരസ് താഴുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അപ്പോൾ നമ്മുടെ ശിരസ് താഴുക എന്ന് പറയുന്നത് ദൈവത്തിനോട് മാനക്കേടാണ്. ദൈവം അത് അനുവദിക്കത്തില്ല. ഇത് പലപ്പോഴും നമ്മുടെ ശിരസ് താണു പോകുന്നത് ദൈവമാകുന്ന നായകനെ, ദൈവമാകുന്ന ശിരസിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ദൈവമാകുന്ന ശിരസിനെ, ദൈവമാകുന്ന നായകനെ പരിപൂർണമായി നാം ഉൾക്കൊള്ളുമ്പോൾ ദൈവത്തിൻ്റെ ശിരസ് ഉയർന്നിരിക്കുന്നത് പോലെ അവനോടൊപ്പം നമ്മളും ഉയരും. നമ്മൾ ശിരസ് ഉയർത്താൻ ശ്രമിക്കേണ്ട,
തലക്കനം കാണിക്കാൻ ശ്രമിക്കേണ്ട. അർഹമായിട്ടും യോഗ്യമായിട്ടുമുള്ളത് ദൈവം നമുക്ക് തന്ന് നമ്മളെ ഉയർത്തും. ശത്രുക്കളുടെ മുൻപാകെ അവൻ മേശ ഒരുക്കും. അതുകൊണ്ടാണ് പറയുന്നത് ശത്രുക്കളുടെ മുൻപാകെ ദൈവം മേശ ഒരുക്കുന്നു എന്ന് പറയുന്നത്. ശത്രുക്കളുടെ മുൻപാകെ ദൈവം മേശ ഒരുക്കുക എന്ന് വെച്ചാൽ ഭീതിയും ഭയവുമില്ലാതെ ഭക്ഷണം കഴിക്കാൻ സാധിക്കുക എന്നുള്ളതൊരു വലിയ തലമാണ്. സമാധാനമില്ലാത്തപ്പോൾ, പേടിയുള്ളപ്പോൾ ജീവരക്ഷയ്ക്കായി നമ്മൾ ഓടും, ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. എന്നാൽ ശത്രുക്കളുടെ മുൻപാകെ മേശ ഒരുക്കുക എന്ന് പറയുമ്പോൾ സ്വസ്ഥമായിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുക എന്നർത്ഥം. സ്വസ്ഥമായ സമാധാനത്തോടെ ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായി വരുന്നു എന്നർത്ഥം. സമാധാനത്തോടെ ആയിരിക്കുവാൻ സാധിക്കുന്നു എന്നർത്ഥം. അപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മുൻപാകെ എൻ്റെ തല ഉയരും. ഞാൻ ഉയർത്തിയ തലയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് ധ്യാനിക്കുന്നതിനും ചിന്തിക്കുന്നതിനും പകരം എൻ്റെ തല ഉയർത്തിയ ദൈവത്തെ ഞാൻ ധ്യാനിക്കും. ആ തലയെ ഞാൻ കാണും, അവനെ മഹത്വപ്പെടുത്തും. എന്നെനിക്ക് നിങ്ങൾക്കും ആവശ്യമുള്ളതാണ് പ്രിയമുള്ളവരെ. ഇന്ന് നമ്മുടെ തല താഴ്ത്താൻ ശ്രമിച്ച പലരുമുണ്ട്. നമ്മൾ എത്ര പേരുടെ തലയെ താഴ്ത്തിയിട്ടുണ്ട്. അപരൻ്റെ തല ഉയർന്നു നിൽക്കുക എന്ന് വെച്ചാൽ എൻ്റെ ശിരസ്സും ഉയർന്നു നിൽക്കുക എന്നർത്ഥം. എൻ്റെ ശിരസ് താണാലും അപരൻ്റെ തല ഉയർത്തി നിൽക്കുവാൻ, അവൻ്റെ വ്യക്തിത്വം ഉയർത്തി നിൽക്കുവാൻ സാധിച്ചാൽ അതും ഭാഗ്യാവസ്ഥയാണ്. ക്ഷമയാൽ നിങ്ങളുടെ പ്രാണങ്ങളെ നേടുമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, വിജയത്തിലൂടെ മാത്രമല്ല ശിരസ് ഉയരുന്നത്. കർത്താവിൻ്റെ ക്രൂസിലെ വിജയമെന്ന് പറയുന്നത് പീഡയേൽക്കാതും നിന്നയേൽക്കാതുമുള്ള വിജയമല്ലായിരുന്നു. ഉപദ്രവിക്കാൻ വന്നവനെ അഗ്നി ഇറക്കി നശിപ്പിക്കുന്ന പ്രമാണമല്ലായിരുന്നു. ഉപദ്രവിക്കാൻ വന്നവൻ ഉപദ്രവിച്ചു, കൈലാണി അടിച്ചു, ശൂലം കൊണ്ട് കുത്തി, ക്രൂസിന്മേൽ കൊന്നു, അവിടെ വിജയം കണ്ടു. പാപത്തെയും ലോകത്തെയും ക്രൂസിന്മേൽ വഹിച്ച കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അനുഭവം അതാ. പരാജയത്തിലും ഒരു വിജയമുണ്ട്. ശത്രു തന്നെ തോറ്റുപോകും. ശത്രുക്കൾക്ക് എടുക്കാൻ പറ്റാത്ത ഒരു ആത്മീക തലം. അതുകൊണ്ടാണ് പറയുന്നത്, എൻ ശത്രുവിനതു എടുപ്പാൻ പാടില്ല, ആനന്ദം കൂടിയിടും സാനന്ദം കൂടിയിടും ശ്രീയേശുരാജൻ മുൻപാകെ. ആനന്ദം കൂടിയിടും സാനന്ദം കൂടിയിടും ശ്രീയേശുരാജൻ മുൻപാകെ. എൻ്റെ ശത്രുക്കളുടെ മുൻപാകെ ഞാൻ എൻ്റെ തല ഉയർത്തും. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങൾ അർപ്പിക്കും, യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. ഇന്ന് പലപ്പോഴും കൂടാരങ്ങളിൽ ജയഘോഷയാഗങ്ങൾ അർപ്പിക്കുന്നുണ്ട് പലരും. അവനവന് ദൈവം കൊടുത്ത കൂടാരങ്ങളുടെ മാഹാത്മ്യത്തെ തിരിച്ചറിയാതെ പല ഘോഷയാഗങ്ങളും നടത്തുന്നുണ്ട്, ജയഘോഷങ്ങൾ ഉയർത്തുന്നുണ്ട്. ചിലർ മദ്യപിച്ച് മതോന്മത്തരായി ഘോഷങ്ങൾ നടത്തുന്നു. ചിലർ മറ്റുള്ളവരുടെ പരാജയത്തിൽ വലിയ പാർട്ടികൾ നടത്തുന്നു. മറ്റു ചിലർ അവരനെ നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള ആലോചനകൾ വലിയ ഘോഷസ്വരങ്ങളായി നടത്തുന്നു. നിന്ദയുടെയും ദുഷിയുടെയും ചതിയുടേതുമായിട്ടുള്ള ആലോചനകളുടെ ഘോഷസ്വരങ്ങൾ ഉയർത്തുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, എൻ്റെ ജയഘോഷയാഗങ്ങൾ ഞാൻ വിജയിച്ചു എന്നുള്ളതല്ല, എനിക്ക് വിജയം കിട്ടിയെന്നുള്ളതല്ല, എനിക്ക് ഇത്ര ലക്ഷം രൂപ കിട്ടിയെന്നോ, ഇന്ന വീട് വെച്ചെന്നോ, ഇന്ന പദവി കിട്ടിയെന്നോ, ഞാൻ അവനെ തകർത്തുവെന്നോ, എന്നെ ഉപദ്രവിച്ചവനെയും അകന്നു നിന്നവൻ്റെയും പരാജയം കണ്ട് നോക്ക്, അത് കണ്ടുപഠിക്കുന്നോ ഉള്ള രീതിയിലുള്ള ഘോഷങ്ങളൊന്നുമല്ല, ഘോഷയാഗങ്ങളല്ല. ഘോഷയാഗങ്ങൾ എന്നുള്ള ജയഘോഷയാഗത്തിന് ഒരു വലിയ അർത്ഥമുണ്ട്. യാഗം ആരാധനാപരമാണ്, ദൈവസന്നിധിയിലുള്ള സമർപ്പണമാണ് യാഗം, സാക്രിഫൈസ് എന്ന് പറയുന്നത്. അതൊരു സാക്രമെൻ്റ് കൂടാ. സാക്രിഫൈസ് ഈസ് ഓൾവേസ് സാക്രമെൻറ്റ് എന്ന് വെച്ചാൽ യാഗങ്ങൾ ഒരു കൂദാശ കൂടിയാണ്, അത് സാക്രമെൻ്റാണ്. അപ്പം ജയഘോഷയാഗങ്ങൾ എന്ന് പറയുന്നത് ഭൗതികമായി വിജയിച്ചതിൻ്റെ ഘോഷയാഗങ്ങളല്ല. യാഗം എപ്പോഴും ഓർത്തോണം, പരാജിതനായി ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തവൻ്റെ വിജയത്തിൻ്റെ ആഘോഷമാണ് ജയഘോഷയാഗം എന്ന് പറയുന്നത്. അപ്പോൾ ജയഘോഷയാഗം ഒരു രീതിയിൽ പറഞ്ഞാൽ, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ
ബലഹീനതകളെ ഇല്ലാതാക്കി, കുറവുകളെ ഇല്ലാതാക്കി, ശത്രുത്വത്തെ ഇല്ലാതാക്കി, വേർപാടിൻ്റെ നടുച്ചുവറുകളെ ഇടിച്ചു കളഞ്ഞ ആ വലിയ ദൈവത്തിൻ്റെ ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനമാണ് ജയഘോഷയാഗം. എൻ്റെ കൂടാരത്തിൽ എപ്പോഴും ജയത്തിൻ്റെ ഘോഷം ഉയരുമ്പോൾ അപരൻ്റെ കൂടാരത്തിൽ, സഹോദരൻ്റെ കൂടാരത്തിൽ വേദനയുടെ ഘോഷം ഉയരുക എന്ന് പറയുന്നത് എൻ്റെയും കൂടി പരാജയമാണ്. ഞാൻ വിജയിച്ചവനും മിടുക്കനുമാകുമ്പോൾ എൻ്റെ നാട്ടുകാരൻ പരാജയപ്പെടുന്നത് എൻ്റെ പരാജയം കൂടിയാണ്. എനിക്ക് ജീവിതത്തിൽ ദൈവം വിജയം തരുമ്പോൾ അപരൻ്റെ പരാജയത്തെ ഒരു വിജയമാക്കാൻ തക്കവണ്ണം ഒരു കൈ നീട്ടാതെ ഞാനിരുന്നാൽ അതും ഒരു പരാജയമാണ്. അത് യാഗമാകത്തില്ല, അത് വെറും ഘോഷമേ ആകത്തുള്ളൂ. അത് ജയഘോഷമല്ല, ഘോഷം യാഗമാകണം. എ സെലിബ്രേഷൻ ഷാൾ ചേഞ്ച് ടു എ യാഗ. അത് അങ്ങനെ മാറണം, ആ ഒരു അനുഭവത്തിലേക്ക് എത്തണം. എങ്ങനെ പ്രിയമുള്ളവരെ ഘോഷത്തെ യാഗമാക്കാൻ പറ്റും? ഘോഷത്തെ യാഗമാക്കാൻ ഒരു സമർപ്പണം വേണം, ദൈവത്തിൻ്റെ ആലോചന വേണം. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. ഞാൻ വിജയിച്ച വിജയത്തെ പറ്റിയുള്ള ഘോഷണമല്ല, യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാനോ നിങ്ങളോ ഒരു നല്ല വീട് വെച്ചാൽ, ഒരു നല്ല പദവിയിലെത്തിയാൽ, അധികാരത്തിലെത്തിയാൽ പലപ്പോഴും നമ്മൾ പറയുന്നത്, ഞാൻ അധ്വാനിച്ചു, ഞാൻ പ്രവർത്തിച്ചു. സഹോദര സഹോദരി, പ്രവർത്തനങ്ങൾ വേണം, അധ്വാനങ്ങൾ വേണം. കഠിനമായി അധ്വാനിച്ചെങ്കിലേ വിജയം കണ്ടെത്തത്തുള്ളൂ. പക്ഷേ നീ നിൻ്റെ തലക്കനം പറയാനുള്ള അവസരമല്ല ആ ഘോഷത്തെ യാഗമാക്കുന്ന അനുഭവം. ഘോഷത്തെ യാഗമാക്കുക എന്ന് പറയുമ്പോൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി യാഗമായി തീർന്ന ദൈവത്തെ പാടി കീർത്തനം ചെയ്യുന്ന അനുഭവമാണ്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്കായി മരിച്ചവനായി ജീവിക്കണമെന്നുള്ള പൗലോസ്ലീഹായുടെ സാക്ഷ്യമാണ്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നുവെന്ന പൗലോസിൻ്റെ ദിവ്യസാക്ഷ്യത്തിൻ്റെ പ്രകടമായ വ്യാഖ്യാനമാണ് ഘോഷത്തെ യാഗമാക്കണം. ഇന്ന് ഘോഷം യാഗമാകാത്തതാണ് പ്രിയമുള്ളവരെ പലപ്പോഴും പ്രശ്നം. അതുകൊണ്ടാണ് ഇന്നത്തെ ഘോഷങ്ങളൊക്കെ ജയിച്ചവൻ്റെ അഭിമാന അഹങ്കാര പ്രകടനങ്ങളായിട്ട് മാറുന്നത്. ഏതെങ്കിലും കാരണവശാൽ തോറ്റവൻ്റെ അപജയ പ്രഖ്യാപനങ്ങളായി മാറുന്നത്. കേട്ടിട്ടില്ല കേട്ടിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്ന് മുദ്രാവാക്യം മുഴക്കുമ്പോഴും ഓരോ വിജയത്തിനും പരാജയത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും ചരിത്രങ്ങളും ചരിത്രാതീത കാലങ്ങളും ഉണ്ടെന്നുള്ള കാര്യം കൂടി നാം ഓർക്കണം. ആ പരാജയത്തിൻ്റെ ചരിത്രാതീത കാലത്തിൽ നിന്നും വിജയത്തിൻ്റെ ചരിത്ര സാക്ഷ്യത്തിലേക്കുള്ള ഒരു പ്രഖ്യാപനമായി നമ്മൾ മാറണം. അതെ, ഘോഷത്തെ യാഗമായി മാറ്റണം. എല്ലാവരും ആഘോഷിക്കുമ്പോഴും ഒരു വലിയ സുവിശേഷത്തിൻ്റെ കീർത്തനമുണ്ടാകണം. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. വെറും നിസ്സാരനായ മണ്ണും പൂഴിയുമായി എനിക്ക് രൂപം നൽകി ഭാവം നൽകിയ ദൈവത്തിൻ്റെ ഒരു അനുഭവം. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച സമയത്ത്, സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യ മൊത്തം ആഘോഷിച്ചപ്പോഴും ഗാന്ധിജി ഹൃദയം പൊട്ടി കരയുന്ന അനുഭവത്തിലായിരുന്നു. ഇന്ത്യയുടെ ഐക്യത്തിനും സുസ്ഥിരതയ്ക്കുമായി പ്രവർത്തിച്ച മഹാത്മജി ഹൃദയം പൊട്ടി ആ വിജയത്തിൻ്റെ ഇടയ്ക്കും കരഞ്ഞെങ്കിൽ, തൊട്ടടുത്ത വർഷം വെടിയേറ്റു മരിച്ചെങ്കിൽ, വിജയവും പരാജയവും തമ്മിലുള്ള വ്യത്യാസം നമ്മളത് തിരിച്ചറിയണം. വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ചവൻ പരാജിതനെ പോലെ കരഞ്ഞുവെങ്കിൽ ആ വിജയത്തിന് അർത്ഥമില്ല. ഇന്നെല്ലാ മേഖലയിലും അങ്ങനെയാണ്. ഇന്ന് ജാതീയമായ ചേരിതിരിവുകളുണ്ട്. നമുക്ക് കൊടിമരങ്ങൾ കൂടുതലായിട്ട് ഉയർത്താൻ പറ്റും, ഫ്ലെക്സുകൾ കൂടുതലായി വയ്ക്കാൻ പറ്റും, നേതാക്കന്മാരുടെ പടങ്ങൾ അടിച്ചു വയ്ക്കാൻ പറ്റും, പരാജിതനെ അവഹേളിക്കാൻ പറ്റും. പരാജിതനെ അവഹേളിക്കാതെയും വിജയി അഹങ്കരിക്കാതെയും യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യുന്ന അനുഭവം, അതൊക്കെ വരുമ്പോഴത്തേക്ക് പരാജിതൻ പോലും വിജയിയായിട്ട് മാറ്റപ്പെടും. എമിലി ഡിക്കിൻസൺ എന്ന ഇംഗ്ലീഷ് കവയിത്രിയുടെ സക്സസ് ഈസ് സീറ്റഡ് കൗണ്ടസ് സീറ്റസ്റ്റ് വളരെ പ്രസിദ്ധമായൊരു പോയമാണ്.
പലപ്പോഴും വിജയത്തിൻ്റെ മാഹാത്മ്യം ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പരാജിതനായി കിടക്കുന്നവനാണ് വിജയം ഉയർത്തുന്ന കൊടിയെ കൂടുതലായിട്ട് കാണുന്നത്. നിന്നുകൊണ്ട് വിജയി കൊടി ഉയർത്തുമ്പോൾ, അവൻ്റെ കൊടിമരം ഉയർത്തുമ്പോൾ, വീണ് കിടക്കുന്ന പരാജിതനായി കിടക്കുന്ന പരാജിതൻ മുകളിലേക്ക് നോക്കുമ്പോഴാണ് ആ വിജയത്തിൻ്റെ ആഘോഷത്തിൻ്റെ മഹനീയത കൂടുതലായി ഉൾക്കൊള്ളുവാൻ പറ്റുന്നത്. ഇന്ന് നിങ്ങളും ഞാനുമൊക്കെ പരാജിതരാണെന്ന് തോന്നിയാലും അത് വിജയത്തിലേക്കുള്ളൊരു ചവിട്ടുപടിയാണ്. വിജയിക്കുന്നതുവരെയും കീർത്തനം പാടാം. വിജയുടെ കൂടാരങ്ങളിലും കീർത്തനങ്ങൾ ഉണ്ടാകണം. ദൈവം ഓരോ സൗകര്യങ്ങൾ തന്നു എന്ന് വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാതിരിക്കരുത്. കാരണം കൂടുതൽ കിട്ടുന്നവന് കൂടുതൽ ടെൻഷനുണ്ട്, അവൻ കൂടുതൽ പ്രവർത്തിക്കണം, ഉത്തരവാദിത്വങ്ങളുണ്ട്, അവൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പരാജിതനെ സംബന്ധിച്ചിടത്തോളം അവൻ അത്രയും ടെൻഷൻ്റെ കാര്യമില്ല, അവൻ അത്രയും കിട്ടിയിട്ടില്ല. ദൈവം എനിക്കും നിങ്ങൾക്കുമൊക്കെ കൂടുതൽ സംഗതികൾ തരുമ്പോൾ ഒരു കാര്യം പ്രാർത്ഥിക്കണം, ദൈവമേ ഇത് നിലനിർത്തണം. പലപ്പോഴും എൻ്റെ പ്രാർത്ഥന അതുതന്നെ. ഓരോരുത്തരുടെ സന്തോഷം കാണുമ്പോൾ ഹൃദയംഗമായിട്ട് പ്രാർത്ഥിക്കും, എൻ്റെ ദൈവമേ കൊടുത്തതിനൊക്കെ നീ സംരക്ഷകനാകണം, ഒന്നും നഷ്ടപ്പെട്ടു പോകരുത്. അതുകൊണ്ട് ആ കുടുംബ പ്രാർത്ഥന നടത്തണമെന്ന് പറയുന്നത്. ഏത് നല്ല കാര്യം വരുമ്പോഴും, ഏത് സന്തോഷം വരുമ്പോഴും, ഉയർച്ച വരുമ്പോഴും കൂടുതലായി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആ പ്രാർത്ഥനയും വിശുദ്ധിയും ഒക്കെ കുറഞ്ഞു പോകുമ്പോൾ വീണ്ടും വലിയ പരാജയത്തെ നാം അഭിമുഖീകരിക്കേണ്ടി വരും. യഹോവേ, ഞാൻ ഉറക്കം വിളിക്കുമ്പോൾ കേൾക്കണമേ, എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമരുളയണമേ. എൻ്റെ മുഖം അന്വേഷിക്കുവേനെന്ന് നിങ്കിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. എൻ്റെ മുഖം അന്വേഷിക്കുവേനെന്ന് നിന്നിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു. മുഖം ഒളിച്ചു വയ്ക്കുന്ന, പ്രൊഫൈൽ പിക്ചർ പോലും ഒളിച്ചു വയ്ക്കുന്ന, ലോക്ക്ഡായിട്ട് വയ്ക്കുന്ന ലോകത്ത് പറയുകയാണ്, നമ്മൾ പഠിക്കുകയാണ്, യഹോവേ, ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു. ഒത്തിരി സുന്ദരമുഖങ്ങളെ തേടിപ്പോകുന്ന ഒരു ലോകമാണിത്. സുന്ദരന്മാരുടെയും സുന്ദരികളുടെയും ലോകമാണിത്. ആസക്തിയുടെയും ആധിക്യത്തിൻ്റെയും ലോകമാണിത്. അവിടെ നിന്നുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ ഇന്നും വിളിച്ചു പറയുന്നു, യഹോവേ, ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു. ജനക്കൂട്ടത്തിലുണ്ടോ, സമൂഹത്തിലുണ്ടോ, ഈ ലോകത്തിൽ നിൻ്റെ മുഖം എനിക്ക് കാണുവാൻ സാധിക്കുമോ? മനുഷ്യപുത്രൻ ഈ ലോകത്തിൽ വിശ്വാസം കണ്ടെത്താൻ സാധിക്കുമോ? കർത്താവ് തന്നെ ചോദിച്ചൊരു ചോദ്യമാണിത്. വിശ്വാസം കണ്ടെത്താൻ സാധിക്കുമോ? യഹോവയുടെ മുഖം അന്വേഷിക്കുക. എൻക്വയറി ഓഫ് ജീസസ് ഫേസ്, ഗോഡ്സ് ഫേസ്. നമ്മളിന്ന് പല അന്വേഷണങ്ങളില്ല, പലരുടെയും മുഖം അന്വേഷിക്കുന്നുണ്ട്, പലരെയും ഇന്ന് കാണാതെ പോയിട്ടുണ്ട്. യഹോവയുടെ മുഖം അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തെ ഭൗതികമായിട്ട് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവമുഖമുള്ളവരുടെ മുഖം അന്വേഷിക്കുക, നിർമ്മലന്മാരെ അന്വേഷിക്കുക, അല്ലെങ്കിൽ ദൈവമുഖമുള്ളവരെ സൃഷ്ടിക്കുക. നമ്മൾ തന്നെ ദൈവമുഖമുള്ളവരായി തീരുക. ദൈവത്തെ കണ്ടിട്ടില്ലാത്ത ലോകത്ത് ദൈവമുഖമുള്ളവരായി നമ്മൾ വർദ്ധിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മുഖമില്ലാത്ത ഒരുപാട് പേരുണ്ട്, അഡ്രസ്സും ഐഡൻറ്റിറ്റിയും ഇല്ലാത്ത ഒത്തിരി പേരുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ മുഖം ഇവരിലൊക്കെ നമ്മൾ അന്വേഷിക്കണം. അടിച്ചമർത്തപ്പെട്ടവരിലുണ്ട്, ദരിദ്രന്മാരിലുണ്ട്, പട്ടിണി പാവങ്ങളിലുണ്ട്. ടാഗോർ ഗീതാഞ്ജലിയിൽ വിമർശനാത്മകമായി പറഞ്ഞതുപോലെ, മറഞ്ഞിരിക്കുന്ന ദേവാലയങ്ങളുടെ ഇരുണ്ട അകത്തളങ്ങളിൽ അന്വേഷിക്കുന്നതിന് പകരം ഈശ്വരനെ പാറ പൊട്ടിക്കുന്നവരുടെ ഇടയിൽ, ചുമട്ടുകാരുടെ ഇടയിൽ, അടിസ്ഥാന വർഗക്കാരുടെ ഇടയിൽ അന്വേഷിക്കണം. നീ അവിടേക്ക് പോകൂ, അവിടേക്ക് ഇറങ്ങിച്ചെല്ലൂ. യഹോവയുടെ മുഖം അന്വേഷിക്കുക. ഞാൻ സൂചിപ്പിച്ചതുപോലെ മുഖമില്ലാത്തവരുടെയും മുഖം കളങ്കപ്പെടുത്തിയവരുടെയും അപകീർത്തിപ്പെട്ടവരുടെയും ഇടയിൽ യഹോവയുടെ മുഖം അന്വേഷിക്കണം. അങ്ങനെയുള്ളവരുടെ ഇടയിൽ ദൈവത്തിൻ്റെ മുഖം കാണാൻ പറ്റും. നാം മൂലം ആരുടെയെങ്കിലുമൊക്കെ മുഖം അവഹേളിച്ചിട്ടുണ്ടോ? മുഖം അവഹേളിക്കുക, മുഖം അന്വേഷിക്കുക എന്ന് പറയുന്നതിന് വേറൊരു തലം കൂടിയുണ്ട്. ഒരു വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനം അന്വേഷിക്കുക, ഒരു വ്യക്തിയുമായി പരിചയമാകുക, മറന്നുപോകാത്ത ചിന്താഗതി വളർത്തിയെടുക്കുക.
ഒരു മനുഷ്യൻ്റെ നന്മയെ അന്വേഷിക്കുക, മുഖം അന്വേഷിക്കുക. ഇന്ന് നമ്മൾ എത്രയിടത്ത് അന്വേഷിക്കുന്നുണ്ട് യഹോവയുടെ മുഖം? യഹോവയുടെ മുഖം അന്വേഷിക്കുമ്പോൾ ആരാധനാലയങ്ങളിൽ അന്വേഷിക്കേണ്ടത് കാണാതിരിക്കുന്ന ദൈവത്തിൻ്റെ മുഖം മാത്രമല്ല. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കാണാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുകയില്ല. 1 യോഹന്നാൻ 4-ാം അധ്യായം അവസാന ഭാഗങ്ങളിൽ പറയുന്നതാണ്. ആയതുപോലെ ഇന്ന് എവിടെയെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് തിരിച്ചു നോക്കണം. പള്ളിയിൽ വരാത്തവരുണ്ട്, നമ്മളോടൊപ്പം ഓടിച്ചാടി നടന്ന പലരുമുണ്ട്, നമ്മളുടെ ഫോൺ ഡയറക്ടറിയിൽ പേര് സേവ് ചെയ്തിട്ടുള്ള പലരുമുണ്ട്, ഫേസ്ബുക്ക് ഫ്രണ്ട്സായിട്ടുള്ള പലരുമുണ്ട്, ഒരു കാലത്ത് നമ്മൾക്ക് കരുതലായിട്ടുള്ള പലരുമുണ്ട്. ഇവരിൽ എത്ര പേരെ നമ്മൾ കാണുന്നുണ്ട്? നമ്മളുടെ മൊബൈലിൽ ഒരു 500 പേരുടെ പേരുണ്ടെന്ന് വിചാരിച്ചു. നമ്മൾ പറയത്തില്ലയോ അവൻ്റെ മുഖം പോലും ഞാൻ മറന്നുപോയി. നമ്മളുടെ കൂടെ സ്കൂളിൽ പഠിച്ചവർ, കോളേജിൽ പഠിച്ചവർ, ഒരുമിച്ച് ജോലിക്ക് പോയവർ, ഒരുമിച്ച് യാത്ര ചെയ്തവർ, ഇങ്ങനെയുള്ള ഒത്തിരി പേരുടെ മുഖം നമ്മൾ മറന്നുപോയി. നമ്മളെ വാഹനത്തിൽ കൊണ്ടുപോയിട്ടുള്ളവരുണ്ട്, ആഹാര സാധനങ്ങൾ തന്നവരുണ്ട്, നമുക്ക് വേണ്ടി ഊണുമുറക്കവും നഷ്ടപ്പെട്ടവരുണ്ട്. അവരുടെ മുഖം മറന്നുപോയി. എന്തിനാ? സ്വന്തം മാതാപിതാക്കളുടെ മുഖം പോലും മറന്നുപോയില്ലേ? ചിലർ തിരക്കാണെന്ന് പറഞ്ഞ് ഒരു ഫോൺ പോലും ചെയ്യാറില്ല മാതാപിതാക്കളെ. വിദേശത്തൊക്കെ പോകുന്നത് നല്ലതാണ്. എൻ്റെ പ്രിയപ്പെട്ട മകനെ മകളെ, നിങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ, അതൊക്കെ വേണം. അതിൻ്റെ ഇടയിലും മറന്നുപോയ ചില മുഖങ്ങളുണ്ട്. നിങ്ങളെ കാത്തിരിക്കുന്ന സഹോദരങ്ങളുണ്ട്, സഹോദരനുണ്ട്, സഹോദരിയുണ്ട്. ദുരിതത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, നാട്ടുകാരനുണ്ട്, കൂട്ടുകാരനുണ്ട്. നിങ്ങളുടെ സ്വന്തം അപ്പനും അമ്മയും വല്യപ്പനും വല്യമ്മയും ഒക്കെ ഇവിടെയുണ്ട്. കാനഡയിലും യൂറോപ്പിലും അമേരിക്കയിലും ജപ്പാനിലുമൊക്കെ ആയെന്ന് വെച്ച്, ജർമ്മനിയിലായെന്ന് വെച്ച് ആരെ മറക്കാനൊന്നും ദൈവം പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടു പോകും. അവിടുത്തെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ വെളിവ് നഷ്ടപ്പെട്ടു പോകും, ശാരീരിക ക്ലേശം വരും. അതുകൊണ്ടാണ് എൻ്റെ മുഖം അന്വേഷിപ്പീനെന്ന് കർത്താവ് പറയുമ്പോൾ, കർത്താവിൽ നിന്ന് കൽപ്പന വന്നു എന്ന് പറഞ്ഞ് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ, യഹോവേ ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു. ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കാൻ നോക്കുമ്പോൾ, പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ഇവരെല്ലാം കടന്നു വരും. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല, വാങ്ങിപ്പോയവരുടെ മുഖവും നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരും. നമ്മൾ മൂലം അവരും നൊമ്പരപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ നമ്മുടെ മുമ്പിലോട്ട് വരുന്നുണ്ട്. നമ്മൾ കുറേ നേരം ഇരുന്ന് ചില വ്യക്തിത്വങ്ങളെക്കുറിച്ച് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. വെറുതെ ധ്യാനാത്മകമായിട്ടൊന്ന് ചിന്തിച്ച് കുറേ പേരുടെ, നമ്മൾക്ക് പരിചയമുണ്ടായിരുന്ന ഒരു 10-15 പേരുടെ പേരെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കി. അതിൽ ചിലർ പുഞ്ചിരിക്കുന്നവരുണ്ട്, അട്ടഹസിക്കുന്നവരെ കാണാം, ചിലർ പൊട്ടിത്തെറിക്കുന്നതായിട്ട് കാണാം, ചിലർ തെറി വിളിക്കുന്നതായിട്ട് കാണാം, ചിലർ ഇരുന്നുറങ്ങുന്നതായിട്ട് കാണാം, മറ്റു ചിലർ കരയുന്നതായിട്ട് കാണാം. അപ്പം ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ നിന്ന് വ്യത്യസ്ത ഭാവത്തോടു കൂടി പ്രതികരിക്കുന്ന കുറേ മുഖങ്ങളെ നമുക്ക് കാണാം. ഈ മുഖങ്ങളെ ഓർത്ത് അറ്റ്ലീസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യാൻ പ്രിയപ്പെട്ടവരെ. നമ്മൾ എത്ര പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്? എത്ര പേരുടെ കണ്ണുനീരുകൾ ഒപ്പാൻ ശ്രമിക്കുന്നുണ്ട്? മുഖത്ത് ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ട്, ജീവിത ശരീരങ്ങൾ കൊണ്ട്, ബലഹീനതകൾ കൊണ്ട് കാര പിടിച്ചു പോയവർ, മുഖം കറുത്തു പോയവർ, മുഖം വങ്ങിപ്പോയവർ, അഭിമാനക്ഷതം വന്നവർ, ഇവരൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. അവരോടൊപ്പം നമ്മളായിരിക്കുമ്പോൾ സൂര്യ തേജസ്സോടുകൂടിയുള്ള തമ്പുരാനെ കാണാം. വെള്ളി വെളിച്ചത്തോടുകൂടിയുള്ള മണവാളൻ്റെ രൂപം കാണാം. മണവാളൻ്റെ എതിരേൽപ്പിനായി കാത്തിരിക്കുന്ന നമുക്ക് പ്രതീക്ഷയുടെ വലിയ സന്ദേശം ദൈവം തരും. ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, യഹോവയെ അന്വേഷിക്കുക എന്ന് പറയുന്നത് മുഖമില്ലാത്തവർക്ക്, നമ്മിൽ നിന്ന് ഓർമ്മ നഷ്ടപ്പെട്ടു പോയവർക്ക്, കണ്ണുനീരൊഴുക്കുന്നവർക്ക്, മുഖകാന്തി നഷ്ടപ്പെട്ടു പോയവർക്ക് ഒരു പ്രത്യേകയുടെ സന്ദേശം നൽകുന്നതായിരിക്കണം. എൻ്റെ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലെ എല്ലാ മുഖത്തേക്കാളും ഞാൻ എൻ്റെ ദൈവത്തെ സൗന്ദര്യമായിട്ട് കാണുന്നു. എൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുമ്പോഴും, മുഖകാന്തി കുറയുമ്പോഴും, പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴും പ്രതീക്ഷയുള്ള മണവാളനെ, രോഗോപശാന്തിയോടുകൂടി വരുന്ന മണവാളനെ, സർവശക്തനെ ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു, അനുഭവിക്കുന്നു.
അവൻ്റെ മുഖത്ത് നിന്ന് വരുന്ന പുഞ്ചിരി, അവൻ്റെ സ്വരം ഞാൻ ആസ്വദിക്കുന്നു, അതിൻ്റെ പ്രത്യാശ അനുഭവിക്കുന്നു. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജഡിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുകിൽ. പ്രേമമെന്നിൽ വർദ്ധിക്കുന്നേൻ പ്രിയനോടു ചേരുവാൻ. നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ. സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.